മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആകാശത്തിലെ പറവയെ നോക്കുവാൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവയ്ക്കുന്നതുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നു. നിങ്ങൾ അവയേക്കാൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലോ. ഹല്ലേലൂയ. കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു തൻ്റെ ചുറ്റും വന്ന ജനത്തോട് മലയിലെ പ്രഭാഷണത്തിൽ കർത്താവ് അവരെ പഠിപ്പിക്കുകയാണ്. അവർക്ക് ആശ്വാസത്തിൻ്റെതായിരിക്കുന്ന വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം എളിയവരും ദരിദ്രരുമായിരുന്ന ജനം കർത്താവിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അന്നത്തെ ഭരണകൂടത്തിൽ, ആ റോമാ ഭരണകൂടത്തിൽ അവരുടെ മുകളിൽ കഠിനമായിരുന്ന ഭാരം വന്നപ്പോൾ കർത്താവിൽ നിന്ന് അവർക്കൊരാശ്വാസം ലഭിക്കും, കർത്താവ് പറയുന്നത് അവരുടെ ഹൃദയത്തെ തണുപ്പിക്കും എന്നോർത്ത് തൻ്റെ അടുക്കലേക്ക് കടന്നു വന്നവരെ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഒരിക്കലും മുറിവേൽപ്പിച്ച് പറഞ്ഞയച്ചില്ല. പല കാര്യങ്ങൾ, പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച്, മറ്റുള്ളവർക്ക് ഭിക്ഷ കൊടുക്കുന്നതിനെക്കുറിച്ച്, ക്ഷമിക്കുന്നതിനെക്കുറിച്ച് ഒക്കെ കർത്താവ് അവരെ പഠിപ്പിച്ചതിന് ശേഷം ജീവിതത്തിൽ, ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു വിഷയം ആണ് നാളെയെക്കുറിച്ചുള്ള ആകുലത. എന്ത് കഴിക്കും, എന്ത് ഉടുക്കും എന്നുള്ളത്. ഒരു മനുഷ്യനാണോ അവരുടെ ജീവിതത്തിൽ ഈ വിചാരം എപ്പോഴും അവരെ ഭരിച്ചുകൊണ്ട് തന്നെയിരിക്കും. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഉദാഹരണമായി ഒരു കാര്യം കാണിക്കുന്നു, ആകാശത്തിലെ പറവയെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിലൊന്നും കൂട്ടി വയ്ക്കുന്നില്ല. പറവ എന്താണ്? അത് കൊത്തിപ്പറന്ന് അവിടെയും ഇവിടെയും കാണുന്നതിനെ കൊത്തിയെടുത്ത് പറന്നു പോകുന്നു, അല്ലാതെ അതൊന്നും സമ്പാദിച്ചു വയ്ക്കുന്നില്ല. പക്ഷെ അവരാരും പട്ടിണി കിടക്കുന്നുമില്ല. അങ്ങനെ ആ പറന്ന് നടക്കുന്ന ഒരു പറവയെ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് ഇത്രമാത്രം പോറ്റുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച തൻ്റെ മക്കളായിരിക്കുന്ന നമ്മെ ദൈവം എത്രയധികം പോറ്റി പുലർത്തുകയില്ല എന്നാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നാം മനുഷ്യർ ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും മാത്രമല്ല, കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വന്നതോടെ യേശുവിൽ വിശ്വസിക്കുന്നവരെ തന്നെ സ്വന്തം മക്കളാക്കി തീർത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നതിനേക്കാൾ സ്വർഗസ്ഥനായിരിക്കുന്ന പിതാവ് നിങ്ങളെ അറിയുന്നു, നിങ്ങളെക്കുറിച്ച് നല്ലതൊന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഭാരപ്പെട്ട് കലങ്ങി, നിങ്ങളുടെ ശരീരം ആദിപ്പെട്ട് മറ്റസുഖങ്ങളിലേക്കൊന്നും നിങ്ങൾ കടന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ നിശ്ചയമായി നിങ്ങളെ കരുതുക തന്നെ ചെയ്യും. ആരെയും കൈവിടാത്ത ദൈവം ഇന്ന് പകൽക്കാലവും ആരെങ്കിലും ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ കർത്താവ് ഹൃദയത്തിൻ്റെ ഭാരത്തെ എടുത്തു മാറ്റി സകല ആവശ്യങ്ങളിലും നിങ്ങൾക്ക് തുണ നിൽക്കുമാറാകട്ടെ. ആമേൻ.